ഇതാ പ്രേക്ഷകർ കാണുന്നത് ഇയാളെ കിണറ്റിൽ നിന്ന് തൂക്കിയെടുക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്താണ് കിണറ്റിൽ വീണ് അയാളെ മുടിയിൽ ഒക്കെ പിടിച്ച് അങ്ങനെ വലിച്ച് പൊക്കിയെടുക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. കിണറ്റിനകത്തായിരുന്നു ഇയാൾ വളരെ സുരക്ഷിതമായി ഒളിച്ചിരുന്നത്. അയാളെ സുരക്ഷിതമായി അയാൾ വളരെ അകത്ത് വെള്ളമൊക്കെയുള്ള കിണറാണ്. അപ്പൊ കിണറിനുള്ളിലേക്ക് ചാടി ഷർട്ട് പോയി, വെള്ള ഷർട്ടൊക്കെ പോയിരുന്നു അയാളുടെ. അപ്പൊ ഷർട്ടൊന്നും ഇല്ലാതെ അതിനുള്ളിൽ ഒളിച്ചിരുന്നു. ആളൊഴിഞ്ഞ വീടിനകത്ത് ആ കിണറിന്റെ താഴെ ചെറിയ പൊന്തക്കാടല്ല, നമ്മൾ ഈ കിണറിനകത്ത് കാണുന്ന ചില ചെറിയ ചെടികളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ആ ചെടികൾക്കിടയിലൊക്കെ ഒളിച്ചിരുന്ന അയാളെ പോലീസ് ഈ കിണറിനകത്ത് നിന്ന് തൂക്കിയെടുക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആളൊഴിഞ്ഞ വീടിന്റെ പിന്നിലെ കിണറിലായിരുന്നു ഗോവിന്ദച്ചാമി. കൊടും കുറ്റവാളി, ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞ ഒരു കൊടും കുറ്റവാളി അവിടെ ഒളിച്ചിരുന്നത്. ഒരു കൈയില്ലാത്ത അയാൾ ഇതെങ്ങനെ ഇയാൾ കിണറിനകത്തൊക്കെ ഇറങ്ങുന്നു, അവിടെ ഒളിച്ചിരിക്കാൻ കഴിയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുന്നില്ല. അത് അവിശ്വസനീയമാണത്. എന്തായാലും ഒരു കൈയില്ലാത്ത ഗോവിന്ദച്ചാമി ആ കിണറിനകത്തേക്ക് ഇറങ്ങി അവിടെ വളരെ സുരക്ഷിതമായി ഒളിച്ചിരിക്കുകയായിരുന്നു. അത്യാവശ്യം വെള്ളമുള്ള കിണറാണത്. വേണമെങ്കിൽ ആൾക്കാരൊക്കെ വീണാൽ ഒരുപക്ഷെ മുങ്ങി മരിച്ചു പോയേക്കാവുന്ന വെള്ളമുള്ള കിണറാണ്. അതിലേക്ക് അയാൾ ഇറങ്ങി അതിൽ ചവിട്ടി ഈ മണിക്കൂർ അത്രയും അയാൾ അവിടെ നിൽക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പോലീസ് ഒരുപക്ഷെ അയാൾ ഈ വീട്ടിനകത്താണ് ഉണ്ടായിരുന്നത്. പോലീസ് വീട് വളഞ്ഞപ്പോൾ ഇയാൾ കിണറ്റിലേക്ക് ഒരുപക്ഷെ ചാടിയിട്ടുണ്ടാവണം എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലാതെ ദീർഘസമയം അയാൾ ആ കിണറിനകത്ത് ഒളിച്ചിരിക്കാനുള്ള